ഹായ്, സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ വീഡിയോ കാഴ്ചവെക്കാനാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്യമംഗലം കാടിൻ്റെ അകത്താണ്, ആ വനത്തിൻ്റെ അകത്താണ്. ഏകദേശം 19 കിലോമീറ്റർ ഞങ്ങൾ താണ്ടി ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് അങ്ങകലെ ആ മലയുടെ മുകളിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ നമ്മൾ പോവുകയാണ്. ആ മലയുടെ അപ്പുറം കിടക്കണം നമുക്ക്. നമ്മുടെ യാത്രയ്ക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. പോകുമ്പോൾ മൃഗങ്ങളുണ്ട്, ആന, കടുവ, പുലി എല്ലാമുണ്ട്. ഇതിലുമെല്ലാം വലിയൊരു പുലിയായ വീരപ്പൻ എന്ന ഒരു പുപ്പുലി ഒരു 25 വർഷം അടക്കി വാണ സത്യമംഗലം വനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബന്നാരി അമ്മൻ കോവിൽ ഇതിൻ്റെ അങ്ങേയറ്റത്തുണ്ട്. അത് അവിടുത്തെ ഉത്സവ കാഴ്ചകൾ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സത്യമംഗലം വനത്തിലേക്ക് കയറുകയാണ്. അങ്ങകലെ കാണുന്ന ആ മല സത്യമംഗലം മലയാണ്. ഈ വനം സത്യമംഗലം കാടാണ്. നമ്മുടെ പഴയ വീരപ്പൻ്റെ ആവാസ കേന്ദ്രവുമാണ്. എന്തായാലും സ്പീഡിൽ പോകണം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. 6 മണിക്കുള്ളിൽ ആ മല കടന്ന് അപ്പുറം എത്തിയില്ലെങ്കിൽ മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് കാരണം നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും റോഡ് പതിവ് പോലെ മനോഹരമാണ്. ഓ, എത്ര മനോഹരം! ഇപ്പോഴല്ല വരേണ്ടത്. ഒന്നെങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരണം, അതല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ വരണം. അതിൽ പേടി കൂടാതെ നടക്കാവുന്ന സത്യമംഗലം വനത്തിലൂടെ നമുക്ക് പോകാനുള്ള ഹമ്പ് വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്പീഡിൽ വരുമ്പോൾ ആന ക്രോസ് ചെയ്യുമ്പോൾ ആനയെ കയറിയിടിച്ച് അത് ഇത് കൊല്ലും. എല്ലാം 50 മീറ്ററിൽ ഹമ്പ് വയ്ക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ ഒരു ട്രക്ക് പാഞ്ഞു വന്നിട്ട് ഒരു ആനക്കെട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആന ചത്തുപോകും. ഇത് വനസമ്പത്താണ്, മനുഷ്യ സമ്പത്തല്ല. അവർക്കുടെ ആവാസത്തിന് വേണ്ടിയാണ് ഫോറസ്റ്റ് അത് ചെയ്യുന്നത്. ആന ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ CCTV ഉണ്ട്. ഇപ്പോൾ ഒരു ആന ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചത്താൽ കേസില്ല, പക്ഷെ ആന ചത്ത കേസുണ്ട്. അതാണ് നമ്മുടെ മൃഗസംരക്ഷണ ആക്ട്, ആനിമൽ പ്രൊട്ടക്റ്റിംഗ് ആക്ട്. ഇതേ അടുത്ത ഹമ്പ്. ഇപ്പം മൃഗം തട്ടുന്ന കമ്പി തലയിലേക്കടി. ഭയങ്കര ചൂടാട്ടോ. ഒരു പുല്ല് പോലും, പുരുപ്പ പോലും മുളക്കില്ല. നോക്കി, ഉണങ്ങി മരങ്ങളൊക്കെ. സിഗരറ്റ് വലിച്ചിട്ടാലും സിഗരറ്റ് വലിച്ചിടാണ്ടിരുന്നാലും എന്തായാലും ഒരു കല്ല് കൂട്ടി വരച്ച അത് തന്നെ, കല്ല് കൂട്ടി വരച്ചാൽ പോലും ചിലപ്പോൾ തീ പിടിക്കുന്ന അവസ്ഥ ഇവിടെ. പക്ഷെ വനം കരിച്ച് നശിപ്പിച്ചാനുണ്ടല്ലോ അവരെ. തീപ്പെട്ടിക്കുള്ളിൽ വരച്ച് വനം കളയാണ്ടിരിക്കാൻ വേണ്ടി 10 മീറ്റർ 2 സൈഡിലേക്കും ഒരു വനം വിട്ടു തെളിച്ചിട്ടുണ്ട്. നോക്കി, കണ്ടില്ലേ? കുറച്ച് ഇതാണ് അത്. ഭഗവാൻ 2 കുഞ്ഞ് ആനകളെയും വെച്ചോണ്ട് നല്ലൊരു വളവ് കൊള്ളാട്ടോ. എമ്മമണി പറഞ്ഞ എമ്മമണിയുടെ ഒരു സംസാരം കേട്ടിട്ടില്ലേ? എന്നാണ് ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോവാണെങ്കിൽ ഉണ്ടല്ലോ, ആന വല്ലതും കൊത്താൻ വന്നാൽ കൊള്ളാണ്ടിരിക്കാം. ഞാൻ പണ്ട് വാൽപ്പാറ വഴി വരുമ്പോണ്ടല്ലോ പ്രകാശ, ഈ ആന, കടുവ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്ത് ഭയന്ന് ഞാൻ KSRTC ആണെങ്കിൽ ഈ ഒച്ച പോണൊക്കെ പോണേ. നമ്മളീ പാഞ്ഞു പോകുമ്പോ ഇതിന്റെ പുറകെ ഇങ്ങനെ പോകാൻ സഹിക്കില്ല. അവസാനം അവിടുന്ന് ഞങ്ങൾ ആ ബസ്സിന്റെ പുറകെ പിടിച്ച് കാരണം ആ ആന വരുമ്പോ നമ്മളെ കാണുമല്ലോ, കാറ് ചേർത്ത് പുറകെ വന്നാ നമ്മളെന്താ പറയുന്നല്ലേ. കുറച്ചൊന്നും ആ ബസ് സ്റ്റോപ്പ് കയറ്റി വിട്ടു. ഇനി ഇതിന്ന് പോകണമെന്ന് പറഞ്ഞു. ഒരു 10-30 കിലോമീറ്റർ വേണം ചാലക്കുടി എത്താൻ, അതിരപ്പള്ളി എത്താൻ. ഹെയർപിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അയ്യോ, നല്ല ഹൈറ്റ് ആട്ടോ. ഇതൊരു നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. അത് നല്ലൊരു കാഴ്ചയാണ്. എന്തായാലും
ഹെയർ പിൻ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. 27 എണ്ണം ഉണ്ട്. ഞങ്ങളിപ്പോൾ വീഡിയോ കേട്ടോ നമ്മുടെ കാഴ്ചക്കാരോട് പറയണമല്ലോ, ഇത്ര പെട്ടെന്ന് അവിടെ കണ്ട നിങ്ങൾ മലയുടെ മുകളിലെത്തി ചോദിക്കുമ്പോൾ എന്ത് പറയും? നമ്മൾ വീഡിയോ കട്ട് ചെയ്താണ് പിടിക്കുന്നത്. കഴിഞ്ഞ 15 മിനിറ്റ് ഞങ്ങൾ വീഡിയോ വർക്ക് ചെയ്യിച്ചില്ല. കാരണം ഇതിൻ്റെ മുകളിൽ കയറി ഈ കാഴ്ച കാണിക്കുന്നതിന് വേണ്ടിയും വീഡിയോയുടെ ദൈർഘ്യം മാക്സിമം 10-25 മിനിറ്റ് നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മളിത് കട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് അരോചകം തോന്നാതിരിക്കാനാണ് കട്ട് ചെയ്യുന്നത്. ചെറിയ വണ്ടി വരുന്നുണ്ട്. ദേ മല ഇനിയും ഉണ്ടല്ലേ. ഇതാണ് 2 ഹെയർ പിന്നായി 2 കൊടുമുളവേ ആയിട്ടുള്ളൂ. ഇനി 27 കൊടുമുളവ് ഉണ്ടെന്നാണ് ഇവർ ബോർഡ് കണ്ടു എന്നാണ് പറയുന്നത്. നമ്മുടെ തേരാളികൾ ബാക്കിൽ നിന്ന് കാണുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ക്യാമറ കൊണ്ടുപോകും. മല കണ്ടോ? നമ്മൾ ആ മലയെന്ന് ഇറങ്ങി വന്ന് നോക്കണം. ഭഗവാനെ, പിന്നെ ഇവിടെ പോലും ഓവർടേക്ക് ചെയ്യാനൊന്നും വീതിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ. അതൊരു ഗുണം. 2 സൈഡിലും അത് തന്നെ. ഫസ്റ്റ് ഗിയറിൽ മാത്രം വണ്ടി ഓടിക്കാൻ എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഇതന്നെ അത്. ഇത് നമ്മുടെ ദിലീപിന്റെ പടത്തിലെ വൃക്ഷലത ഫലമൂലാദികൾ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. പഞ്ചാശം പിള്ള, താമരാശം പിള്ള. ഇങ്ങോട്ട് നോക്കിയാ അത് ബാക്കിലേക്ക് വിട്ടു വന്നാൽ നമ്മൾ നല്ല സുഖമായിട്ട് താഴെ പൊക്കെ കിടക്കും. അല്ല ഇത്ര എന്നാ അലങ്കരിച്ചങ്ങനെ നോക്കിയേ. ആ വണ്ടി നോക്കിക്കേ എടുത്ത്. വീട്, ബൈക്കുകള്, മുരുകൻ ടയറ്, ട്രാക്ടർ. അയ്യോ ഹരം. അതിന്റെ ഫ്രണ്ടൊക്കെ ഉണ്ടല്ലോ അലങ്കരിച്ചവനുണ്ടോ. താമസം മാറിപ്പോകും. പൊളി. എല്ലായിടത്തും ഫസ്റ്റ് ഗിയർ കയറത് അങ്ങ് മുകളിലേക്ക് ഇതേണ്ടോ. ഇതിന്റെ മുകളിൽ കിടക്കണം. ഇതേ ആനപ്പിണ്ടം റോഡിൽ ഇതേ അത് വെള്ളമൊക്കെ കിടപ്പുണ്ടല്ലേ. ഭഗവാനെ, ഇല്ല ഒരു വണ്ടി എൻജിൻ ചൂടായി. ഇത് അവിടുന്ന് വേറെ വരുന്നു. നോ ഗ്രീൻ നോ പ്ലാസ്റ്റിക്. ഇങ്ങോട്ട് നോക്കാം. ആ മലയെടുത്ത് ഓ എന്നാ രസമാന്ന് നോക്കി. മൂന്നാറൊക്കെ കണ്ട് നമുക്ക് ഇതൊന്നും ഒന്നല്ലെന്ന്. ഇത് നോക്കി, ഇതാ ഹെയർ പിൻ. ഇതേ വളവ് നോക്കി. കൊടും വളവാണ്, കൊടും വളവ്. എന്തായാലും താഴെയുള്ളത് താഴേക്ക് നോക്കി. ഇത് അങ്ങ് താഴേക്ക് നോക്ക. സിറ്റി കാണണമെങ്കിൽ വണ്ടി സെക്കൻഡ് ഗിയറിലാണ് ഇടണം. എന്നിട്ട് സ്പീഡില്ല. ക്രോസിംഗ് സോൺ. ഉച്ചയായോണ്ടൊന്നും പിടിച്ച് തിന്നില്ലെന്ന് വെക്കാം അല്ലേ. 7ാമത്തെ ഹെയർ പിന്നാണ്. ഇനി 27 എണ്ണമുണ്ട്. 27 എണ്ണത്തിൽ 7 എണ്ണം. ഇനി 20 എന്നോടെ ഉണ്ട്. അങ്ങ് താഴേക്ക് നോക്ക്. അയ്യോ അങ്ങ് താഴെ നോക്കി. കണ്ണും തയം. പ്രകാശ്, ശ്രീ മിസ്റ്റർ പ്രകാശ്, നമ്മളെ കാഴ്ചക്കാരെ ഓർക്കും ഇതെന്നെ എത്ര പെട്ടെന്ന് മുകളിൽ വന്നു. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. 27 ഹെയർ പിന്നിൽ വെറും 7 ഹെയർ പിന്നേ എടുത്തിട്ടുള്ളൂ. ഇനി ദേ കിടക്കണം. ദേ മലയും നമ്മൾ കിടക്കണം. ഓണടിച്ച് പോണം. ഓണടിച്ച് 8ാമത്തെ ഹെയർ പിന്നായി കഴിഞ്ഞു. ഇനി വീറും 19. ജയ് ഹനുമാനവന്നെ. സുലൈമാനല്ലടാ. ഞാൻ സുലൈമാനെന്ന് കണ്ടാലും തോന്നുന്ന ഹനുമാനല്ല, സുലൈമാനല്ല, നീ ഹനുമാനാന്ന് പോലെ. അപ്പൊ തന്നെ എനിക്ക് അവാർഡ്. ഹെയർ പിൻ ബെൻഡ് 9ാമത്തെ. ഹെയർ പിന്നിനേക്കാളും വലിയ ബെൻഡാണ്. ഈശ്വര. 10ാമത്തെ ഹെയർ പിൻ. 27-10 നോക്കൂ. 27-10.
അടിക്കണമില്ല, അവർ ചുമ്മാ കയറി വരിക റോങ് സൈഡ്. 27ാമത്തെ 10ാമത്തെയാണല്ലേ. എന്തായാലും ഈ കാഴ്ച തന്നെ ആയിക്കോട്ടെ, മലകളൊക്കെ ആൾക്കാർ കാണുന്നതാണല്ലോ. ഇത് ഇങ്ങനെ കയറി വഴി തന്നെ കാണിക്കാം നമുക്ക് ആളുകളെ. നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ബന്ധപ്പെട്ട ഒരു മൃഗങ്ങളെ ഒന്നും കാണാത്തത്. അത് ഭയന്ന് നമ്മള് പോകും. ഈ വനം മൊത്തം ഇരുട്ടാവും. ഇത് ശരിക്കും അല്ല, 5 മണിയായിട്ട് ഇവിടെ നല്ല വെട്ടം അല്ലേ. ഇതന്നെ പിന്നെ JBB രാജസ്ഥാൻ വണ്ടി. രാജസ്ഥാൻ 11ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. നല്ല ബെൻഡാണല്ലോ ഇത്. ഒട്ടും ഓടിക്കണം. അല്ല, ഇവിടെ വീരപ്പന് 10 കൊല്ലമല്ല 20 കൊല്ലമല്ല 100 കൊല്ലം എടുത്താലും ഒരു പോലീസും പട്ടണം പിടിക്കില്ലായിരുന്നു അല്ലേ. ഹരിയോഹര. ഇതന്നെ അവിടെ തന്നെ നമ്മളെ വയസ്സേ. ഇതിനൊക്കെ കോട്ടയം കണ്ടൊരു പടിയാണു അല്ലേ. 12ാമത്തെ ഹെയർ പിന്നാണ്. 27 12ാമത്തെ വളവിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയും കിടപ്പുണ്ട് 15 ഹെയർ പിൻ അവിടെ. ചെവി അടഞ്ഞു തുടങ്ങിയില്ലേ. അവിടെ എബവ് സീ ലെവൽ 6000 കൊടുത്തിട്ടുണ്ട്. പിന്നെ 6000 അടി. ഇതിന്റെ മുകളിൽ എത്തണ്ട നമ്മളിനി. 13ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. അത് ഊട്ടി തെപ്പക്കാട് റോഡ് വഴി പണ്ടേ വന്നിട്ടുള്ള ചേട്ടൻ കൂടാവുന്നതാണ്. ഹെയർ പിൻ അവോയ്ഡ് പ്ലാസ്റ്റിക്സ്. അതെന്നാന്നറിയോ, നമ്മള് സത്യമംഗലം റോഡ് പല വഴിക്കും കയറി വരണ്ടല്ലോ. വനല്ലേ. ഒരു ദിവസം വൈകിട്ട് നമ്മുടെ ഇതിന്റെ രാത്രിയല്ലേ. ഒരു താഴെ വന്നിട്ടൊരു അമ്പലത്തിന്റെ പരിസരത്ത് ചായ പിടിച്ചതല്ലേ, ചുക്കാപ്പി പിടിച്ചത്. ആ അമ്പലാണ് ആ ബെന്നാരി അമ്മൻ കോവിൽ. അന്ന് രാത്രിയായിരുന്നു വന്നത്. ഒത്തിരി റൂം അതെ, റൂം അവിടെ ഈ ഭാഗത്തൊന്നും റൂമില്ല എന്ന് പറഞ്ഞു. ഹോട്ടൽ കിട്ടാൻ 50 കിലോമീറ്റർ വേണം ചായ കുടിക്കാന്ന് പറഞ്ഞു. അവസാനം ഈ ബെന്നാരിയമ്മൻ കോവിലിന്റെ അടുത്താണ് നമ്മൾ രാത്രി 9 മണി ആയി കഴിഞ്ഞപ്പോൾ എത്തിയത്. അവിടെ അന്നേരം നിറച്ച് തട്ടുകട ഉണ്ടായിരുന്നു. 15ാമത്തെ ഹെയർ പിന്നായി. ആ വണ്ടി കയറി പോകുമ്പോൾ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ, ആ വണ്ടി പോകുന്ന സ്പീഡ് നോക്കാം. ഫസ്റ്റ് ഗിയറിലാണ് പോണത്. ആ വണ്ടിക്ക് അതിൽ കൂടുതൽ സ്പീഡിൽ കയറാൻ പറ്റില്ല. ഇതിലും ഭേദം ഒരു കുഞ്ഞ് ആമയും മുയലും കളി പോലെ ആയിപ്പോയത്. വന്നൊക്കെ ഒരുത്തരം അവിടെ നിന്ന്. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടാണോ തമിഴ്നാടാണോ? തമിഴ്നാടാണ് തോന്നുന്നു കേട്ടോ. കർണാടക അല്ല, തമിഴ്നാടിന്റെ കളറാ ഞാൻ പറഞ്ഞില്ലേ. ഇത് തന്നെ വന്നെ ഈ ലോറിയുടെ പുറകെ പോണ്ടാട്ടോ, നമുക്ക് അപകടം പറ്റും. കാരണം അതങ്ങ് എയർ ബ്രേക്കാ. അയ്യോ, കയറ്റിയും വിടില്ല. ഒച്ച ഇതിന് സ്പീഡിൽ പോവില്ല ഏട്ടാ. അതിന് മുമ്പേ കടക്കണം. നമുക്ക് നമ്മള് വലിയൊരു കുടുക്കല വന്ന് ചാടിയേക്കണം. എന്തായാലും ആ വണ്ടി അങ്ങ് പോട്ടെ. എല്ലാ വണ്ടി പോട്ടെ. വി ആർ ഇൻ ഡേഞ്ചർ. അത് പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാട്ടോ ആ വളവ് തിരിക്കാൻ. അത് ലോഡല്ല വലിക്കില്ല. നമ്മൾ കാണുമ്പോൾ തോന്നും ഇത് നല്ല സ്മൂത്തായ റോഡാണല്ലോ. ഇത് എങ്ങോട്ട് നോക്ക്, ഇതിന്റെ മേപ്പോട്ട് കയറണ്ടേ. വണ്ടി പോണ നോക്കി അടുത്ത നമ്മളത് കാണട്ടെ ആൾക്കാർ. നമ്മൾ തന്നെ റിസ്ക് എടുത്ത് സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലും അല്ലേ ഇപ്പോൾ തന്നെ. ഇത് കാലുവണ്ടി ആയതുകൊണ്ട് കയറി പോണു. അങ്ങ് താഴെ ഒന്ന് നോക്കി. 16ാമത്തെ ഹെയർ പിൻ വളവാണ്. അങ്ങ് താഴെ
ഇനിയും കിടക്കുന്നു. എന്നാ ഒരു രസമാണെന്ന് നോക്കിയാൽ കാഴ്ച കാണാൻ. അങ്ങോട്ട് നോക്ക്, ആ ഭാഗത്തേക്കൊക്കെ നോക്കട്ടോ. ശരിയാണ്. ഒരു സിറ്റിയാ കാണുന്നതേ, മനോഹരമായ കാഴ്ച. നമുക്ക് എന്തായാലും യാത്ര തുടരാം. 16ാമത്തെ വളവ്. ആ വണ്ടി ഇപ്പോഴും അവിടെ കിടക്കുവാണോ? അല്ല, അത് കിടക്കുവാണോ? അത് ചലിക്കുന്നുണ്ട് കേട്ടാ. ഇനി അവനെ നമ്മൾ ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയാ പോവാൻ കേട്ടോ. എൻ്റെ ദൈവമേ, അവൻ മൊബൈലൊക്കെ പിടിച്ച സിനിമയൊക്കെ ഉണ്ടാ പോണേ. കാരണം അവൻ വിചാരിച്ചാൽ കയറില്ല. വണ്ടി വലിയ ഞാനിത് കണ്ട് ഇരുമ്പ് കേട്ടാ തോന്നുന്നു. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും കാരണം നല്ല ഇതല്ല. റോഡ് ഏതായാലും നല്ല സൂപ്പർ റോഡാണ്. മല വീണ്ടും പ്രകൃതി സൗന്ദര്യം മൊത്തം ഒപ്പി എടുത്ത മോളെ അടിപൊളിയായിട്ട്. 2 മല സെയിം ഹൈറ്റാണ്. ഒന്നും കളയാനില്ല അല്ലേ? ഇതേ ഒന്നും കളയാനില്ല അല്ലേട്ടാ. പിന്നെ ഈ വീഡിയോയെ അത്യാവശ്യം കാണാൻ തന്നെ ഉണ്ട് എന്തായാലും. പിന്നില്ലേ ഹെയർപിൻ 18 ഇനി 9 വളവോടെ കഴിഞ്ഞാൽ നമ്മൾ ഇതേ മലയുടെ മുകളിൽ കടക്കും. ആ മലയുടെ മുകളിലെത്തും. ശരിയാണ്. അത് എന്നാ മരം നിൽക്കണത്? ആ മലയുടെ പഞ്ഞി പോലെയും പൂട പോലെയും അല്ലേ? അയ്യോഹര. ആ വണ്ടിയുടെ പേര് ബെന്നാരി അമ്മൻ. കണ്ടായിരുന്നോ? ഇവിടെ ഈ സ്ഥലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാട്ടോ അത്. കാരണം ഈ വനത്തിലുള്ള ആൾക്കാർക്ക്, വനവാസികൾക്കൊക്കെ അഭയം കൊടുക്കുന്ന ഒരു അമ്മയാണ്. ഒത്തിരി സിനിമയുണ്ട്. ശബരിമല ധർമ്മശാസ്താവ്, സ്വാമി അയ്യപ്പനും വാവരും, അങ്ങനെ ഒത്തിരി സിനിമകൾ മലയാളം തോന്നിട്ടില്ല. ശ്രീ അയ്യപ്പൻ. അത് അങ്ങനെ പോലെ ഈ ബെന്നാരിയമ്മന്റെ പേരിൽ ഒരു 10 സിനിമയെങ്കിലും തമിഴില് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായോണ്ടായിരിക്കുമല്ലോ അതേ കൊരങ്ങ. അയ്യോടാ, റോഡിൽ നിൽക്കണം കൊച്ചു കുഞ്ഞുങ്ങളെ മുല കൊടുത്തോണ്ടിരിക്കുക കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. അത് അയ്യടാ. ഈ മരത്തക്കടേ ഇറങ്ങി വന്നു. മറ്റേ വണ്ടിയുടെ ഗ്ലാസ് പറഞ്ഞാൽ മറ്റേ നമ്മുടെ വണ്ടിക്കകത്ത് വല്ല ഇരിപ്പണോ? ഇനി പോകുമ്പോഴിയാ മരിച്ചില്ല അല്ലേ? ഫ്രൂട്ട്സ് മേടിക്കാൻ പറ്റില്ല. അത് ഇനിയിപ്പോ ഇത് കഴിയാതെ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോ ഇനി മണിക്കൂറിൽ വേണം കഴിയാൻ. വീഡിയോ നമുക്കൊരു 30 മിനിറ്റിൽ ഒതുക്കിക്കൊണ്ട് കട്ട് ചെയ്ത് ഇത് ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലല്ലേ ഒന്നും ആയില്ല. കളയാനില്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അയ്യോടാ. ഹലോ, അന്ന് കയറിക്കും. അല്ല മുറുകാനുണ്ടോ? എന്നിട്ട് പറഞ്ഞു അതിന് അമ്മ വണ്ടി കയറും. അതെ, അവിടെ എല്ലാം കൊച്ചു കുഞ്ഞിനെ വെച്ചോണ്ട് ഇരിപ്പുണ്ടോ? അതെ, ഇങ്ങനെ വല്ലതും കൊടുക്കും നോക്കാം. ബാക്കിയില്ല. കാച്ചോട്ടിലിരിക്കണത് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അടുത്തയാള് കൊണ്ടു. ദയ്യടാ ചൂടത്തതേ ആ കുഞ്ഞ് പുള്ളി തറന്നില്ലേ? എന്റെ കണ്ണിൽ കണ്ട വെയിലുണ്ട്. അല്ല, നമുക്ക് കൊടുക്കാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ വല്ല CCTV അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അകത്ത് പോകും. എല്ലാവരുടെയും വയറ്റിൽ കൊച്ചുങ്ങളാട്ടോ. റോഡിലേക്ക് എല്ലാം ഇറങ്ങി വരും. അപ്പൊ നിങ്ങൾക്ക് അത് അപകടം വരും. ഇപ്പൊ കണ്ടില്ല, ആ ബസ്സിന്റെ സ്പീഡിൽ കിടന്നു അതിനെ അരച്ചിട്ട് പോകില്ലേ? ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 3-4 വന്നു കാറും കാണും. പരമാവധി വണ്ടി ചെയ്യാൻ പാവങ്ങൾ തീറ്റ കിട്ടാൻ വേണ്ടി ഓടിയുണ്ടാവും. മയിലുമായി കുരങ്ങുമായി ആനപ്പിണ്ടം ഏതോ. അയ്യോ, അപ്പുറത്തെ മല ഉണ്ടോ? നമ്മൾ ഏകദേശം ആ മലയിൽ നിന്ന് വന്നു ഈ മലയിൽ എത്തിയില്ലേ? നോക്കുമ്പോഴേ 20 ഹെയർ പിൻ ആയി തോന്നുന്നു അല്ലേ?
അത് ഇതിന്റെ ഇത്? എന്തുമാത്രം നീളമുണ്ടെന്ന് നോക്കിയാൽ പോലും പറ്റില്ല. ഇറക്കത്തിലേക്കും പയ്യ വന്നു. വളവ് സ്പീഡ് വളവ് തിരിക്കാൻ പറ്റാം. താഴത്തേക്ക് നോക്കി താഴത്തേക്ക് നമുക്ക് തലയിറങ്ങും. തിരിയുടെ രണ്ടാമത്തെ മെട്രോ ഇറങ്ങി ഒരു എക്കോ പോലെ. ഒന്നാമത്തെ ഹാർപ്പിന്. ഇനി ഓ ദൈവമേ, ഇത് റോഡ് എവിടെ കിടക്കണു? 20ാമത്തെ ഹെയർ പിന്നിലെത്തി. പുല്ലികൾ. പുലികൾ പിന്നെ പാറക്കൂട്ടങ്ങൾ ഇതൊക്കെ എടുത്ത് പോയി. ഇത് രസം നോക്കി. ഈ പാറ ഇത് ഇത്രയും അരിഞ്ഞിറക്കിയപ്പോ അതെ, അതെ, അതെ. റോഡിന് വേണ്ടി. ഹൈറ്റ് കൂടിയിട്ട റോഡ്. നമ്മുടെ താഴേക്ക് നോക്കിയേ, തല കറങ്ങുന്നു അല്ലേ? ഒരു ഉണങ്ങിയ മരം പോലും എന്തൊരു ഭംഗിയായിട്ട് നിൽക്കുന്നു. അതാണ് മോഡേൺ ആർട്ട്. അതെ, മോഡേൺ ആണ്. ലൈറ്റ് ഒക്കെ ഇട്ടവനെ കാറാണെന്നറിയോ? അവന് പിന്നെ ലൈറ്റ് ഇടാൻ പറ്റില്ലെങ്കിലും പുള്ളി ഇന്ന് രാവിലെ കണ്ട് ഈ മല കയറിയായിരിക്കും. അങ്ങനെയല്ല, ദേ അവിടെയൊക്കെ കോട കാണുന്നുണ്ട്. ചിലപ്പോ ഈ ആ കോട ആ ആ ഇറങ്ങി മഞ്ഞിറങ്ങാറായിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കോട ഇത് അവിടെ ഉണ്ട്, അങ്ങോട്ട് നോക്കി കണ്ടോ മഞ്ഞ്. ലൈറ്റ് ഇടാൻ പറ്റില്ലല്ലോ. ഇത് കർണാടക ലൈറ്റ് ഇടും. ഏമേ കോടയിലേക്ക് കർണാടക സ്റ്റേറ്റിന്റെ വണ്ടിയല്ല കറങ്ങണേ. ചേട്ടാ അത് ആ അങ്ങോട്ട് വളവ് നോക്ക്. പാടില്ല. ആ വളവിലേ ആ വണ്ടി സ്റ്റക്ക് ആവണുണ്ടോ? കുട്ടും വളവ്. ഇത്രയും വലിയ വണ്ടിയല്ല. ഇതേ പോണു. ഇനിയുണ്ട് 6. ആ ഹെയർ പിന്നിൽ വളയാൻ പറ്റില്ല, നമ്മുടെ വണ്ടി കടന്നു പോകണം. ഈ സൈഡിലേക്ക് 22ാമത്തെ ഹെയർ പിൻ ആയിട്ടോ. 27-ൽ 22ാമത്തെ ഹെയർ പിൻ ആയി കഴിഞ്ഞു. ഇനി ഇത്രയും കൂടി കയറണം അല്ലേ? അയ്യോ. ഏറ്റവും കൂടുതൽ ഉം. കത്തി കൂടി കൂടി വരും. ആ. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന മോല തുറന്നൊക്കെ കേട്ടോ. കത്തി കൂടി കൂടി വരും. കയറ്റം കയറും തോറും നമ്മുടെ വണ്ടി ഗിയർ മാറി മാറി ചൂടായി നശിക്കും. പോലെ തണുപ്പും മഞ്ഞും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കണ്ണദേവൻ കൊണ്ട് പ്ലാന്റ് ചെയ്തു. ഓ ഇവിടെ ഉണ്ട് നീലഗിരി പ്ലാന്റേഷൻസ്. അതിനകത്ത് ഇത്രയും ഹൈറ്റ് ആയിട്ട് തണുപ്പോളും. അത് ഓരോരോ ഭൂപ്രകൃതി അല്ലേ കേട്ടോ. അത് മധ്യപ്രദേശില് ഇതുപോലെ അല്ലേ, അവിടെ തണുപ്പില്ലല്ലോ. അത് ഭൂപ്രകൃതി അല്ലേ. നടക്കല്ലോ നോക്കി. അത് ഇനി ഇടിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി അല്ല, അവിടെ പണ്ട് പൊളിഞ്ഞു, അപ്പോൾ അവിടെ ആ ലെവലിലാക്കിയവർ. അങ്ങനെ 27-ൽ 24ാമത്തെ ഇത് അങ്ങകലെ നോക്കി. 27-ൽ 24ാമത്തെ ഹെയർ പിന്നായിട്ടാ വീണ്ടും കെട്ടി കൂടി. തെന്നി പോകാതിരിക്കാൻ. മഴക്കാലത്താണ് അപകടം ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ, വേനൽക്കല്ല. മൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നത് മഴക്കാലത്താണ്. ഇവിടെ വേറെ കാര്യമുണ്ട്, മൃഗങ്ങൾ വഴിയുടെ നേരെ ഇങ്ങ് പോരും. ആന ഊർന്നിറങ്ങാൻ സ്ഥലം കണ്ടോ? എങ്ങനെ ഇവനൊക്കെ റോഡിലേക്ക് ഇറങ്ങി വരുന്ന ആരെയും അതെന്തോ വെള്ളം കുടിക്കാനേ. ഇവര് വേറെ സംവിധാനം ചെയ്തിട്ടുണ്ട് കർണാടക സർക്കാർ. ഇവിടെ ഒതുക്കി കൊടുക്കണം അല്ലേണ്ടല്ലോ. അവര് ഈ കാറ്റിനുണ്ടല്ലേ ടാങ്ക് കെട്ടി വെള്ളം വെച്ചു. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങി വരില്ല. അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഇത്ര ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഇത്ര പേരെ തിരുവനന്തപുരത്ത് അങ്ങനെ ആയതൊരു തിരുവനന്തപുരത്ത് കളക്ടറാണോ ആരാണെന്ന് എനിക്ക് അറിഞ്ഞോളാം. 25ാമത്തെ ഹെയർ പിന്നിന് താമസം ഉണ്ടല്ലോ അല്ലേ? ഇനി അകലം കൂടും.
അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 85% ആ മലയുടെ മുകളിലേക്ക് എത്താറായി. ഒരു വണ്ടി അല്ലാട്ടോ, പല വണ്ടികളും പതുക്കെ പോണം കേട്ടോ. ലോഡായിരിക്കും അങ്ങനത്തെ വണ്ടി ഇങ്ങനെ കയറ്റം പിടിച്ച് ഇങ്ങനെ പോകുന്നു. അങ്ങകലെ നോക്കി, അതിന്റെ ഒപ്പം എത്തണം. അങ്ങ മല ഉണ്ടോ? ആ മല കിടക്കണം നമുക്ക് കേട്ടോ. കണ്ടോ പച്ചപ്പൊക്കെ ഉണ്ട്. ഒരു വെള്ളപ്പാട് കണ്ടോ? ഇവിടെ ചൂട് അവിടെ കയറാം നമുക്ക്. അങ്ങോട്ട് നോക്ക്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കരുത്. അതിന്റെ മുകളിലേക്ക് നോക്കിക്കോ. എൻ്റെ കയ്യിൻ്റെ ആകാശത്തെ ആ ഒരു പുക കണ്ടോ? ആകാശത്തിന്റെ അതിന്റെ സൈഡിലേക്ക് നോക്കിയ ഒരു വെള്ള മതില്. ഈ വണ്ടി അങ്ങോട്ടാണ് പോണേ ഇനിയും. അതാണ് ഹെയർ പിൻ വളവ് താമസിക്കുന്നത്. ഇത് കണ്ട നോക്കിക്കോ, ഏറ്റവും മുകളിൽ നോക്ക്. കണ്ട അങ്ങ് മുകളിൽ നോക്കി. അതിന്റെ അപ്പുറം കിടന്ന കീപ്പോട്ട് ഇതുപോലെ ഇറക്കമുണ്ട് അങ്ങോട്ട്. അവിടെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് കയറി മടുത്ത് ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പാടായിരുന്നു. പുലിയുടെ പുലിയാണ് ഇവിടെ മാനുകളും പേര് കേട്ടോ. ഇംഗ്ലീഷ് ഇവിടെ നിൽക്കുമ്പോഴാ മരത്തിന് മുകളിൽ ഇരിപ്പുണ്ടാവും അവൻ, നമ്മളറിയില്ല. എന്നാ വനാന്ന് നോക്കിയാൽ ഉള്ളിൽ നോക്കി. ഇവിടെ ഒന്ന് വെള്ളം ഒഴുകി തന്നെ സ്ഥലം കേട്ടോ കാണണേ. ചെവി അടഞ്ഞിട്ട് 10 മിനിറ്റായി. എപ്പോ തുറക്കോ ഇത്? ഒരു കുപ്പിയിൽ ചില വെള്ളം എടുത്ത് കുടിച്ച് ചിലപ്പോ തുറക്കുവന്ന് വായിൽ കൊണ്ടോണ്ടിരുന്ന ചിലപ്പോ തുറക്കും. അങ്ങ് അകലെ ആ ടവർ നിൽക്കണുണ്ടോ ആകാശത്ത്? അതാണ് വഴി, അതിലേ പോണേ. ടവർ നിൽക്കുന്ന അത് ആ വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഓപ്പോസിറ്റ് മല നോക്കി. അങ്ങനെ ഹെയർ പിൻ കണ്ടു. 26, 27, 26 ഹെയർ പിന്നായി. ഈ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ അല്പം സൂക്ഷിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കുറേ നേരമായി അവൻ കിടന്ന് വിറക്കണേ. കുറേ കൂടെ എടുത്ത് അടിക്കണ്ടേ? ഞങ്ങൾ ഈ കാഴ്ച ഉണ്ടോ വന്നോളൂ. ഇതന്നെ ഇവിടെ എന്തോ രീതിയാണ്. സവാള ഗിരിഗിരി തുടങ്ങുന്ന സവാള വണ്ടിയല്ലേ ഇത്? വെജിറ്റബിൾ എക്സ്പ്രസ് ആണത്. ഇറ്റ്സ് അമേസിങ്. അങ്ങനെ 27ാമത്തെ ഹെയർ പിൻ ഇപ്പോൾ ആകും. എന്നെ പറ്റി അവിടെ സ്റ്റക്കായോ? ആ വണ്ടി കുറെ നേരമായി. ശ്രദ്ധിച്ചാർന്നോ? ഡിസ്റ്റൻസ് ഒന്നുമല്ല, ആ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ റോഡുകളിൽ ആരും നിൽക്കുന്നില്ല. ശ്രദ്ധിച്ചാർന്നോ? കേട്ടോ, ഈ പുലിയും അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ നിൽക്കുമ്പോൾ മരത്തിന് മുകളുണ്ടാവും. ആ ചാടുന്ന വഴിക്കാവുമ്പോൾ എടുത്തുണ്ടോ? അണ്ടോ ഒറ്റയാളെ നമ്മൾ ഇതുവരെ കണ്ടോ? ഈ 10-30 കിലോമീറ്റർ ഈ മല കയറിയിട്ടും ഒരാളെ വഴിക്കുണ്ടോ നമ്മള്? അല്ലേ, ഒരു കടയില്ല. നല്ലൊരു ആള് കാഴ്ചക്കാരൻ പോലെ ലോറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ശ്രദ്ധിച്ചോ? ഒരു കാർ ഇടിച്ചു താറുന്നു. ദൈവമേ, 27ാമത്തെ ഹെയർ പിന്നില് ഒരു മാരുതിയുടെ വണ്ടി പൊടിഞ്ഞു കിടക്കണു. ഇത് വണ്ടിയാണോ ഇപ്പൊ? ഇത് ഒമിനിയാ. ഒരു മാരുതി ഒമിനി അല്ലേ?
ആ അത്ര ഉള്ളൂ അല്ലേ. എന്താ വീട്ടിൽ പൊട്ടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അത് ഒന്നിനും കൊള്ളില്ല. അത് പാട്ട വലിക്കലും എടുക്കില്ലാത്ത അവസ്ഥയായി. ഓ വീരപ്പൻ ഇതിന്റെ അകത്ത് എങ്ങനെ പിടിക്കാൻ അല്ലേ? വീരപ്പനെ എങ്ങനെ പിടിച്ചെന്ന് കിടക്കണം നോക്കിയത് എത്ര കിലോമീറ്റർ ആണെന്നറിയ വനം അരിയോ വരാം. ഇതിങ്ങനെ ഇന്റർസ്റ്റേറ്റ് ആണ്. ഈ നക്കീരൻ പത്രാധിപനൊക്കെ എങ്ങനെ പോയി വന്നു? അതൊക്കെ എല്ലാവർക്കും കണക്ഷൻ ഉണ്ട്. മീഡിയേറ്റർ എല്ലാവർക്കും കണക്ഷൻ. 2 പയ്യന്മാർ മാത്രം വഴിക്ക് വെച്ച് കണ്ടുകൂട്ടോ നമ്മള്. പോലീസ് വാൻ വരുന്നുണ്ട്. കാവൽ തമിഴ്നാടിന്റെ ആണല്ലോ. കേരളത്തിലെ പോലീസിനെ പോലെ അല്ല ഇവിടുത്തെ പോലീസിന്റെ പേര് കാവൽ. പോലീസുകാരുടെ പേര് കാവൽ എന്ന് അല്ലേ? ഇവിടെ നിക്കണമെന്നുണ്ട്. മരത്തിന്റെ മുകളിൽ പുലി എങ്ങാനും ഉണ്ടെങ്കിൽ കണ്ടല്ലോ. മൃഗയില് പപ്പ പറഞ്ഞു അയ്യോ പുലി എന്ന് പറഞ്ഞിട്ട് വരും. അത് തന്നെ. പക്ഷെ ആ പടത്തിന്റെ ക്ലൈമാക്സില് ആ പട്ടി പേ പിടിച്ച പട്ടിയെ വെടിവെച്ചാൽ പരലേശം പറയില്ലേ? അവസാനം നിവൃത്തിയില്ലാണ്ട് മമ്മൂട്ടി ആ പട്ടിയെ വെടിവെച്ചല്ലോ. വെടി കൊണ്ട് താഴെ വീണിട്ട് ആ പട്ടി ആ ചോര ഒലിപ്പിച്ചിട്ട് മേപ്പോട്ട് നോക്കിയിട്ട് ആ പുലിയെ കാണിക്കുമ്പോ ഇത് പറയാനാർന്നോടാണ് ഇത്ര നേരം കുറച്ചത് മമ്മൂട്ടി പറഞ്ഞ സീനുണ്ട് അല്ലേ? എന്നിട്ട് മോൻ പൊക്കോന്ന് എന്നുവെച്ചാൽ വെടി കൊണ്ടുപോയില്ലേ? മോൻ പൊക്കോട്ടെന്ന് പറഞ്ഞത് എന്നാ സീനായിട്ടാണ്. ആ റോളിലുണ്ടല്ലോ. ആ റോള് അഭിനയിക്കാൻ ഒരുപക്ഷെ ലോക സിനിമയിൽ പോലും ആരും ഉണ്ടാവില്ല. അത് വാറുണ്ണി സ്പെഷ്യലൈസ്ഡ് റോള്. അത് നമ്മുടെ സ്വാമി ദേവി വീണ്ടും അദ്ദേഹം മൈസൂറിലേക്ക് പോവുകയാണ്. ഇതെന്നെ സംഭവം. അവിടെ എന്തോ ഉത്സവം അങ്ങനെ എന്തോ സംഭവം അണ്ണൈ വേളാങ്കണ്ണി കേരള വണ്ടിയാണത്. അങ്ങനെ മലയുടെ മുകളിൽ നമ്മൾ എത്തി. താഴേക്ക് ഇനി കണ്ണു പോലും കാണില്ല. ഏറ്റവും മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. പണ്ട് ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. അതിനെ കടത്തി വിടാൻ പോലും പറ്റത്തില്ല. ആംബുലൻസിന് പോലും സ്പീഡില്ല. ഈ വേളാങ്കണ്ണി സ്പീക്കറൊക്കെ ആണല്ലോ. ആംബുലൻസിനെ കടത്തിവിടാൻ പറഞ്ഞില്ല അവർക്ക്. ഇനിയും കിടക്കണം. മലയുടെ മുകളിൽ എത്തിയിട്ട് കണ്ടോ? ഇപ്പൊ ആൾക്കാരിവിടെ ഇവിടെ ഇതിന് ഏറ്റവും മുകളിൽ മൃഗങ്ങളില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതേ മലയുടെ മുകൾ വശം നോക്കി. ലിയോപാഡ് ക്രോസിംഗ് സോൺ ചെയ്യുന്നുണ്ട്. അവരവിടെ നിർത്തിയിട്ടാണ് അവർ ഫോട്ടോ കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നത്. ദിമ്പം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ദിമ്പം. അങ്ങനെ നമ്മൾ മലയുടെ മുകളിലെത്തി മക്കളെ. സത്യമംഗലത്തിന്റെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുന്നു. വനം കവർ ചെയ്ത് അപകടങ്ങളൊന്നും കൂടാതെ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ എന്ത് ഭാഷയാന്ന് നോക്കുന്നത് കണ്ടോ? ലെപ്പാഡ് ക്രോസിംഗ് സോണാണ്. നമുക്ക് 2 മിനിറ്റോടെ താഴേക്ക് പോയി നോക്കാം. താഴേക്ക് അപകടകരമായാണോ മല പോലെ തന്നെയാണോ ഇറക്കവും നോക്കാം. ചിലപ്പോൾ സ്പീഡിൽ പോകാം. ഇറക്കത്തിൽ ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ. സ്പീഡ് വേണം. ഇതൊന്നും കെയർപിൻ പോലെ ഇത്ര അനായാസമായി ഈ മല കടന്നിവിടെ എത്തുന്നത് പ്രതീക്ഷിച്ചില്ല. ആനയോ പുലിയോ ഒന്നും കണ്ടില്ല. മയിലും കുരങ്ങും മാത്രമേ കണ്ടുള്ളൂ. എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോകൾക്ക് ഇനിയും സാജൻ പൈനാപ്പിളിലേക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. നല്ലൊരു വീഡിയോയുമായി
വീണ്ടും മടങ്ങി വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.